വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അടുക്കളയിലോട്ട് വരുന്നത്. കാരണം വലിയൊരു പണിയാവും. ഒരറ്റത്തുനിന്നേ തുടങ്ങണം. ഒരറ്റത്തുനിന്ന് തുടങ്ങിയാൽ തന്നെ അത് തീരുമ്പോഴത്തേക്ക് 1 മണിയാവും. ആ ടൈമിലാണ് പിന്നെ കുക്കിങ്ങിനുമുള്ള സമയം കിട്ടുന്നത്. ഐസപ്പനും കൂടെ ഉള്ളപ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ. അവളുടെ പുറകെ കുറച്ച് നേരം ഇരുന്ന് അവിടെ സമയം പോകും. അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറി കുറച്ച് ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയമാവും. 2, 3 ദിവസമായിട്ട് ചെറിയൊരു പനിയും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. മടിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകും. അപ്പം വിളിച്ചതിൻ്റെ തുള്ളിക്കളിയാണ് ഈ കാണുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇന്ന് എന്താണെങ്കിലും ബിരിയാണി ഉണ്ടാക്കാമെന്ന്. പക്ഷേ ആലോചിച്ച് ചിന്തിച്ചെടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നാടൻ ഭക്ഷണത്തിനോട് തന്നെ ഇങ്ങനെ അറ്റാച്ചായി പോകും. കെട്ടിയവനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരു ബിരിയാണിയും ഒക്കെ ആയിട്ട് തട്ടിക്കൂട്ടി പോകാമായിരുന്നു. കാരണം കെട്ടിയവന് ബിരിയാണി ഇഷ്ടമാണ്. എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. ഒരു നേരം ഒരു ഇച്ചിരി കഴിച്ചാലായി. അത് 2 നേരത്തേക്കൊന്നും ഒട്ടും പോകത്തില്ല. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ എപ്പോഴും പോവും. പണിയൊക്കെ ഒതുക്കി വെച്ച് കുറച്ച് താമസിച്ചാണെങ്കിലും ഐസപ്പൻ്റെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുന്നൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കും. കാരണം അപ്പേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ.